നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരു ആരായിരുന്നു? അരിസ്റ്റോട്ടിൽ, ചാൾസ്, ജോൺ ഡാൾട്ടൺ, ജോസഫ് ക്രിസ്റ്റി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരു അരിസ്റ്റോട്ടിൽ ആയിരുന്നു. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ടോക്കിയോ, ഡെറാഡൂൺ, നോർത്ത് പോൾ, സിഡ്നി. ഡെറാഡൂണാണ് ശരിയായ ഉത്തരം. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറ്റിയത് ഏതു വർഷം? 1923, 1924, 1934, 1921. 1921 എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? വൈലോപ്പിള്ളി, തകഴി, വള്ളത്തോൾ, ഉണ്ണിമേനോൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോളായിരുന്നു. എല്ലാവരുടെയും ആദ്യ അധ്യാപിക എന്നറിയപ്പെടുന്നത് ദൈവം, അമ്മ, അച്ഛൻ, ഗുരു. എല്ലാവരുടെയും ആദ്യ അധ്യാപിക എന്നറിയപ്പെടുന്നത് അമ്മയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ബോംബെ, മണിപ്പൂർ, ന്യൂഡൽഹി, ആസാം. ന്യൂഡൽഹിയിലാണ്. മാമാങ്കത്തിന് വേദിയായിരുന്ന തിരുനാവായ നിലവിൽ ഏത് ജില്ലയിലാണ്? ഇടുക്കി, മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ. തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏത് നദിയുടെ തീരമാണ് മാമാങ്കത്തിന് വേദിയായിരുന്നത്? കബനി, പമ്പ, പെരിയാർ, ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ്. ദേശീയ രക്തദാന ദിനം എന്നാണ്? നവംബർ 2, ജനുവരി 1, ഡിസംബർ 16, ഒക്ടോബർ 1. ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1-നാണ്. ഭക്തി പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രശസ്ത വനിതയായ മീരാബായി ജീവിച്ചത് ഏത് പ്രദേശത്താണ്? ഡൽഹി, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ. രാജസ്ഥാനിലായിരുന്നു. ഇന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം ഉടലെടുത്ത പ്രദേശമായി കരുതപ്പെടുന്നത് കർണാടക, കേരളം, മേഘാലയ, തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്നാണ്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന കരാർ രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? ജപ്പാൻ, കാനഡ, കൊറിയ, അമേരിക്ക. കാനഡയിൽ വെച്ചിട്ടായിരുന്നു. ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാകുന്നത് ഏത് കാലത്താണ്? ശരത്കാലം, ഹേമന്തകാലം, മഴക്കാലം, വേനൽക്കാലം. വേനൽക്കാലത്തായിരിക്കും. ഓസോൺ പാളിയിൽ ആദ്യമായി സുഷിരം കണ്ടെത്തിയ വർഷം? 1970, 1969, 1956, 1945. 1970-നായിരുന്നു. ഓസോൺ വില്ലൻ വരുത്തുന്ന ക്ലോറോഫ്ലോറോ കാർബൺ പുറത്തുവിടുന്ന പാളികൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ന്യൂസിലാൻഡ്, ന്യൂയോർക്ക്, നോർത്ത് പോൾ, സൗത്ത് പോൾ. ന്യൂസിലാൻഡ് ആയിരുന്നു. അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസം ഏതാണ്? ഇടി, മിന്നൽ, കാറ്റ്. ഇവയൊന്നുമല്ല. മിന്നൽ മൂലമാണ്. പഹാരി ഭാഷ സംസാരിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. പഹാരി ഭാഷ സംസാരിക്കുന്നത് ഹിമാചൽ പ്രദേശിലുള്ളവരാണ്. ആരുടെ ആത്മകഥയാണ് ദി ടണൽ ഓഫ് ടൈം? R.K. ലക്ഷ്മണൻ, രവീന്ദ്രനാഥ ടാഗോർ, K.M. മുൻഷി, K. കേളപ്പൻ.
R.K. ലക്ഷ്മണൻ്റെ ആത്മകഥയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ആദ്യമായി നൽകിയത് ഏത് വർഷം? 1956, 1945, 1978, 1969. 1969 ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിക്കുന്നതെവിടെ? പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, വയനാട്. ആലപ്പുഴയിലായിരിക്കും. അന്തർവാഹിനി ദുരന്ത നിവാരണ സഹായത്തിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് കരാർ ഒപ്പുവെച്ചത്? ജപ്പാൻ, സിംഗപ്പൂർ, അമേരിക്ക, തായ്ലാൻഡ്. സിംഗപ്പൂരുമായിട്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി വന്നത്? ബോംബെ, നിലമ്പൂർ, ഗോവ, കൊൽക്കത്ത. കൊൽക്കത്തയിലായിരുന്നു. ഭോപ്പാലിൽ നടന്ന 2021 ഫെഡറേഷൻ കപ്പ് ദേശീയ ജൂനിയർ അത്ലറ്റിക് ജേതാക്കൾ ആര്? കർണാടക, മണിപ്പൂർ, ഹരിയാന, സിക്കിം. ഹരിയാനയായിരുന്നു ജേതാക്കൾ. പാമ്പിനെ പിടിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും വനം വകുപ്പ് ആരംഭിച്ച ആപ്പ്? സർപ്പ, സേഫ് സ്നേക്ക്, സേഫ് ലൈഫ്, വൈൽഡ് സേവിംഗ്. സർപ്പ എന്ന ആപ്പാണ്. കേരള സാമൂഹിക സന്നദ്ധ സേന ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ജയറാം, മോഹൻലാൽ, ടൊവിനോ, മമ്മൂട്ടി. ടൊവിനോയെ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലെതർ പാർക്ക് വരുന്നതെവിടെ? കന്യാകുമാരി, ഡെറാഡൂൺ, തമിഴ്നാട്, കാൺപൂർ. കാൺപൂറിലാണ്. ലോക വയോദിനമായി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 1, ഒക്ടോബർ 12, നവംബർ 3, മാർച്ച് 16. ലോക വയോദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1-നാണ്. അന്ത്യോദയ അന്ന യോജന പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം? പഞ്ചാബ്, മണിപ്പൂർ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്. രാജസ്ഥാനായിരുന്നു. ധനകാര്യ ബിൽ പരമാവധി എത്ര ദിവസം വരെ കൈവശം വയ്ക്കാൻ രാജ്യസഭയ്ക്ക് കഴിയും? 10 ദിവസം, 13 ദിവസം, 17 ദിവസം, 14 ദിവസം. 14 ദിവസം വരെ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യം ചർച്ച ചെയ്യപ്പെട്ട യോഗം? ഡൽഹി, പൂനെ, മുംബൈ, ഗോവ. ബോംബെയിൽ വെച്ച് ചേർന്ന യോഗത്തിലായിരുന്നു. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 16, ഡിസംബർ 14, ഡിസംബർ 18, ഡിസംബർ 11. ഡിസംബർ 18-നാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം? കർണാടക, തമിഴ്നാട്, കേരളം, രാജസ്ഥാൻ. കേരളമായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി? 32, 20, 30, 33. 33-ാം ഭരണഘടനാ ഭേദഗതിയായിരുന്നു. അവശിഷ്ടാധികാരം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്താണ്? സിംഗപ്പൂർ, അമേരിക്ക, സ്വീഡൻ, കാനഡ. കാനഡയിൽ നിന്നായിരുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായി അംഗീകരിച്ചിട്ടുള്ള മതങ്ങളിൽ പെടാത്തത്? സിക്കുമതം, ക്രിസ്തുമതം, ബുദ്ധമതം, ഹിന്ദുമതം. ഹിന്ദുമതമാണ് ശരിയായ ഉത്തരം. CAG രാജിക്കത്ത് നൽകുന്നതാർക്ക്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, പ്രധാനമന്ത്രി. CAG രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്.
ലോകത്തെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം? സൗത്ത് കൊറിയ, അമേരിക്ക, ഉത്തര കൊറിയ, ജപ്പാൻ. ഉത്തര കൊറിയ ആയിരുന്നു. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ? ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിനായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത്? സിന്ധു, ഗോദാവരി, ഗംഗ, കബനി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. മധുര പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വൈഗ, ജയ്പൂർ, പറവൂർ, പെരിയാർ. മധുര പട്ടണം സ്ഥിതി ചെയ്യുന്നത് വൈഗ നദിയുടെ തീരത്താണ്. മലയാളത്തിൽ നിന്നും ആദ്യമായി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയതാര്? കൃഷ്ണ, ശാരദ, തുളസി, പത്മിനി. ശാരദയായിരുന്നു. ജാതക കഥകൾ ഏതു മതവുമായി ബന്ധപ്പെട്ടതാണ്? സിഖ് മതം, ബുദ്ധമതം, ഹിന്ദുമതം, ക്രിസ്തുമതം. ജാതക കഥകൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷം? 2009, 2010, 2008, 2011. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിലവിൽ വന്നത് 2010 5 ഭാഷകളിൽ വരികളുള്ള ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റേതാണ്? അമേരിക്ക, ജർമ്മനി, ലിത്വാന, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയുടെ ദേശീയഗാനത്തിനാണ്. ഏത് കലാരൂപത്തിലെ കുലപതിയായിരുന്നു അമ്മന്നൂർ മാധവ ചാക്യാർ? കൂടിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. കൂടിയാട്ടം. ലോകത്തിലാദ്യമായി വിമാനം പറത്തിയ തീയതി? ജനുവരി 17, മാർച്ച് 17, ഡിസംബർ 17, ഒക്ടോബർ 17. ഡിസംബർ 17 എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ അല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളം? കൊച്ചി, നിലമ്പൂർ, കരിപ്പൂർ, എറണാകുളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി കേൾക്കാൻ പ്രതിഫലിപ്പിക്കുന്ന പ്രതലവും ശബ്ദത്തിൻ്റെ ഉറവിടവും തമ്മിൽ കുറഞ്ഞത് എത്ര മീറ്റർ ദൂരമുണ്ടായിരിക്കണം? 17 മീറ്റർ. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്. ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വർഷം ഏത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വർഷം 1942 SSLC ഗ്രേഡിംഗ് സമ്പ്രദായം ആരംഭിച്ച വർഷം? 2000, 2003, 2005, 2002. SSLC ഗ്രേഡിംഗ് സമ്പ്രദായം ആരംഭിച്ചത് 2005 മുതലായിരുന്നു. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആര്? ജോസഫ് മുണ്ടശ്ശേരി, വയലാർ, ചെറുശ്ശേരി, നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന ഭരണം നടത്തുന്നത്? മന്ത്രിസഭ, പൊതുസഭ, രാജ്യസഭ, സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? റാന്നി, നിലമ്പൂർ, ആലപ്പുഴ, തെന്മല. നിലമ്പൂരിലാണ്. രാജ്യസഭയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ആര്? ഗവർണർ, വൈസ് ചാൻസലർ,
ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ, എസ് സ്വാമിനാഥൻ, ബാലഗംഗാധര തിലകൻ, വിക്രം സാരാഭായ്. വിക്രം സാരാഭായാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ലയായി പ്രഖ്യാപിച്ചത് പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം. കൊല്ലം ജില്ലയാണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? തലാമസ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ, സെറിബ്രം, സെറിബെല്ലം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ തലാമസ് ആണ്. പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് 3 ലിറ്റർ, 4.1 ലിറ്റർ, 2 ലിറ്റർ, 5.5 ലിറ്റർ. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ 5.5 ലിറ്റർ രക്തമുണ്ടാകും. മനുഷ്യ ശരീരത്തിലെ ത്വക്കിൻ്റെ ആകെ ഭാരം 10.9 കിലോഗ്രാം, 11 കിലോഗ്രാം, 12 കിലോഗ്രാം, 9.9 കിലോഗ്രാം. 10.9 കിലോഗ്രാം. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പിതാവ് ആര്? അനിൽ കുംബ്ലെ, കപിൽ ദേവ്, KS രഞ്ജിത്ത് സിംഗ്, MS ധോണി. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് KS രഞ്ജിത്ത് സിംഗ് ആണ്. എല്ലാ വീടുകളിലും LPG കണക്ഷൻ നിലവിലുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനം? കേരളം, ചൈന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം. ഹരിത ട്രിബ്യൂണൽ വിധി അനുസരിച്ച് പുതിയ ക്വാറികൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ട കുറഞ്ഞ ദൂരപരിധി 700 മീറ്റർ, 500 മീറ്റർ, 400 മീറ്റർ, 200 മീറ്റർ. 200 മീറ്റർ ദൂരപരിധി. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേര്? കാണാമറയത്ത്, ജീവിതം ഒരു സമരം, 2 സുന്ദരികൾ, ജീവിത ദുഃഖം. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം, തമിഴ്നാട്, കേരളം, കർണാടക. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ്? 1960, 1999, 1981, 1942. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1942 സൗരയൂഥത്തിൽ വെച്ച് വലിപ്പത്തിൽ 1-ാം സ്ഥാനം ആർക്ക്? ബുധൻ, വ്യാഴം, ശനി, ശുക്രൻ. വ്യാഴത്തിനാണ് 1-ാം സ്ഥാനം. വൈക്കം സത്യാഗ്രഹം എത്ര മാസം വരെ നീണ്ടു നിന്നിരുന്നു? 12 മാസം, 15 മാസം, 10 മാസം, 20 മാസം. വൈക്കം സത്യാഗ്രഹം 20 മാസം നീണ്ടുനിന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്തുമത പള്ളി എവിടെ? കണ്ണൂർ, എറണാകുളം, കോഴിക്കോട്, കൊച്ചി. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്തുമത പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഒട്ടകത്തിന് എത്ര വിരലുകളാണ് ഉള്ളത്? 2 വിരലുകൾ, 4 വിരലുകൾ, 5 വിരലുകൾ, 8 വിരലുകൾ. ജീവകം C ആണ്. ഒട്ടകത്തിന് 2 വിരലുകളാണുള്ളത്. താഴെ പറയുന്നവയിൽ ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഒരു ഏഷ്യൻ രാജ്യം ഏത്? ശ്രീലങ്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് ശരിയായ ഉത്തരം. ആദ്യമായി ലോകത്തിൽ ഇമെയിൽ അയച്ച വർഷം? 2000, 1965, 1971, 1947. 1971 ഷുഗർ കൂടുതലുള്ളവർക്ക് അത്യുത്തമമായ പച്ചക്കറി ഏത്? സവാള, ബ്രോക്കോളി, വഴുതന,
വെണ്ട. ബ്രോക്കോളിയാണ് ഉത്തമം. ഒരു നായക്കുട്ടിക്ക് മൊത്തം എത്ര വിരലുകളാണ് ഉള്ളത്? 20, 8 വിരലുകൾ, 22 വിരലുകൾ, 18 വിരലുകൾ. ഒരു നായയ്ക്ക് 18 വിരലുകളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ ശരിയായ ദഹനം നടക്കാൻ ഉത്തമമായ പാൽ: എരുമ, പശുവിൻ്റെ പാൽ, ഒട്ടകം, ആട്ടിൻപാൽ. എരുമപ്പാലാണ് ഉത്തമം. മനുഷ്യനിൽ വിശപ്പില്ലായ്മ തടയാൻ ഉത്തമമായ പഴം ഏത്? വാഴപ്പഴം, മുന്തിരി, പപ്പായ, ആപ്പിൾ. പപ്പായയാണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ ഒരു പരിധിവരെ പൊണ്ണത്തടി കുറയ്ക്കാൻ ഉത്തമം: ഗ്രാമ്പൂ, വെളുത്തുള്ളി, കുരുമുളക്, ഏലം. പൊണ്ണത്തടി കുറയ്ക്കാൻ വെളുത്തുള്ളി ഉത്തമമാണ്. വയറ്റിൽ ഉണ്ടാകുന്ന പുണ്ണ് അകറ്റാൻ ഉത്തമമായത്: ചുണ്ട്, കൊമരയ്ക്ക, ചീരയില, വാഴപ്പിണ്ടി. വയറിലെ പുണ്ണിന് വാഴപ്പിണ്ടി ഉത്തമമാണ്. താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് എരിക്കിൻ പാൽ ഉത്തമം? ആണിരോഗം, വ്രണം, കുഷ്ഠം, ക്യാൻസർ. ആണിരോഗം അകറ്റാൻ എരിക്കിൻ പാൽ ഉത്തമമാണ്. ശ്വാസം മുട്ടൽ ഉണ്ടാവുമ്പോൾ ഇടിച്ചു പിഴിഞ്ഞു കുടിക്കേണ്ടത്: പനിക്കൂർക്ക, തുളസി, ആടലോടകം. ഇവയൊന്നുമല്ല. ചെറിയ രീതിയിലുള്ള ശ്വാസം മുട്ടൽ ഉണ്ടാകുമ്പോൾ തുളസി നീര് ഉത്തമമാണ്. പ്രതിരോധശേഷി കുറവുള്ളവർക്ക് ഉത്തമമായ വെള്ളം: കരിക്കുവെള്ളം, ജ്യൂസ്, മഞ്ഞൾ വെള്ളം, നാരങ്ങ വെള്ളം. മഞ്ഞൾ വെള്ളമാണ് ഉത്തമം. കോശത്തെ സംരക്ഷിക്കുന്ന പ്രധാന ഭക്ഷണം ഏത്? കശുവണ്ടി, വെണ്ണ, ബദാം, ഈത്തപ്പഴം. കോശത്തെ സംരക്ഷിക്കുന്ന പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈത്തപ്പഴം. മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ കുറവാണെന്ന് കാണിക്കുന്ന അടയാളം: പൊണ്ണത്തടി, മുടികൊഴിച്ചിൽ, വിളർച്ച. ഇവയൊന്നുമല്ല. മുടികൊഴിച്ചിലാണ് ശരിയായ ഉത്തരം. ആരോഗ്യം നിലനിർത്താൻ എല്ലാ ദിവസവും എത്ര ബദാം കഴിക്കുന്നതാണ് അത്യുത്തമം? 5 എണ്ണം, 2 എണ്ണം, 6 എണ്ണം, 8 എണ്ണം. 6 ബദാം കഴിക്കുന്നത് ഉത്തമമാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു? 45, 33, 25, 62. 45ാമത്തെ പ്രസിഡൻ്റായിരുന്നു ഡൊണാൾഡ് ട്രംപ്. മുടിയിലെ താരൻ പോകാൻ ഉത്തമമായ എണ്ണ ഏത്? കടുകെണ്ണ, വെളിച്ചെണ്ണ, മീനെണ്ണ, എള്ളെണ്ണ. മുടിയിലെ താരൻ പോകാൻ എള്ളെണ്ണയാണ് ഉത്തമം. മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഗാന്ധിജി, അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ മറ്റൊരു പേരാണിത്. മനുഷ്യ ശരീരത്തിൽ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ കഴിവുള്ളത്: ഗ്രാമ്പൂ, കടുക്, കറുകപ്പട്ട, ഉലുവ. ഗ്രാമ്പുവാണ് ഉത്തമം. ഏത് കായലിൻ്റെ തീരത്താണ് വൈക്കം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? അഷ്ടമുടി, വേമ്പനാട്ട്, ഭാരതപ്പുഴ, ചാലിയാർ. വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. മുട്ടയുടെ കൂടെ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്തത്: തൈര്, ചോറ്, പാല്, പൊറോട്ട. മുട്ടയും തൈരും ഒരുമിച്ച് കഴിച്ചാൽ ദഹനം ശരിയായി നടക്കില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള വയസ്സിൻ്റെ അന്തരവ് എത്ര വേണമെന്ന് ചാണക്യൻ പരാമർശിച്ചിട്ടുണ്ട്? 3, 10, 8, 5.
5 വയസ്സെങ്കിലും ആവശ്യമാണ്. ഇക്കിൾ ഉണ്ടാകുമ്പോൾ അതിവേഗത്തിൽ ശമിക്കാൻ ഉത്തമം ഗ്രാമ്പു, ഏലം, ചുക്ക്, തുളസി. ഇക്കിളിനെ ശമിപ്പിക്കുന്നു ചുക്ക്. കുട്ടികളിലെ ഓർമ്മക്കുറവിന് ഉത്തമം എന്ന് പഠനങ്ങൾ പറയുന്നത് ആടലോടകം, ബ്രഹ്മി, വെണ്ണ, നെയ്യ്. ബ്രഹ്മി ഉത്തമമാണ്. ചെറിയ രീതിയിലുള്ള കണ്ണിലെ അസ്വസ്ഥത മാറാൻ ഉത്തമം പനിനീർ, മുലപ്പാൽ, വെളിച്ചെണ്ണ ഇവയൊന്നുമല്ല. പനിനീർ ഉത്തമമാണ്. താഴെ പറയുന്നവയിൽ കരൾ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് ആടലോടകം, ആര്യവേപ്പ്, തഴുതാമ, കീഴാർനെല്ലി. കീഴാർനെല്ലിയാണ് ശരിയായ ഉത്തരം. ചെങ്കണ്ണുള്ളവർക്ക് കുടിക്കാൻ ഉത്തമമായ പാനീയം ഏത്? ജ്യൂസ്, നാരങ്ങാവെള്ളം, ഇളനീർ ഇവയൊന്നുമല്ല. ചെങ്കണ്ണുള്ളവർക്ക് ഇളനീർ കുടിക്കുന്നത് ഉത്തമമാണ്. തിമിരം മാറാൻ ഉത്തമമായത് തഴുതാമ, മല്ലിയില, വേപ്പില, കറിവേപ്പില. തഴുതാമയില തിമിരത്തെ പ്രതിരോധിക്കുന്നു. മുട്ടുവേദനയ്ക്ക് ചെറിയ ആശ്വാസം ലഭിക്കാൻ ഉത്തമമായ ഇല ചെമ്പരത്തി, ചീരയില, തുളസി, ആവണക്കില. ആവണക്കിലയാണ് ശരിയായ ഉത്തരം. കുഴിനഖ ശല്യത്തിന് ആശ്വാസം ലഭിക്കാൻ ഉത്തമമായത് തുളസി, വെറ്റിലഞ്ഞെട്ട്, പനിക്കൂർക്ക, മൈലാഞ്ചി. കുഴിനഖ ശല്യത്തിന് ആശ്വാസം ലഭിക്കാൻ വെറ്റിലഞ്ഞെട്ട് ഉത്തമമാണ്. പുരുഷൻ്റെ ഏതു ഭാഗം കൊണ്ട് ഉരസിയാൽ സ്ത്രീകൾക്ക് വികാരം കൂടും? വൃഷ്ണം, ചുണ്ട്, ലിംഗം, താടി. താടിയും ലിംഗവും.